എവരിവൺ. പ്ലസ് ടുവിൻ്റെ കൂടെ CA ഫൗണ്ടേഷൻ പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ സർവീസുകളാണ് ട്രിപ്പിൾ ഐ തരുന്നത് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ടായിരിക്കും. ഞാൻ CA അഖില നാരായണൻ, ട്രിപ്പിൾ ഐ CA അക്കാഡമിക് ഹെഡാണ്, ആസ് വെൽ ആസ് നിങ്ങളുടെ ലോയുടെ ഫാക്കൽറ്റിയും കൂടെയാണ്. സോ CA എന്ന് പറയുന്ന കോഴ്സിൽ 4 ലെവലുകളാണുള്ളത്: ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ആർട്ടിക്കിൾഷിപ്പ് ആൻഡ് ഫൈനൽ. അതിൽ ഫസ്റ്റ് ലെവലാണ് നിങ്ങൾ +1 +2 കൂടെ തന്നെ ക്രാക്ക് ചെയ്യുക. സോ നിങ്ങൾ +2 സ്റ്റുഡൻസ് ആണ്, കൊമേഴ്സ് എൻട്രൻസ് 1 ഇയർ പ്രോഗ്രാം ആയിട്ടായിരിക്കും നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടാവുക. സോ ഹിയർ നമ്മളുടെ പോയിന്റ് ഓഫ് ഡിസ്കഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നിങ്ങളുടെ ഫാക്കൽറ്റീസ് ആരൊക്കെയാണ്, ഓരോ സബ്ജക്റ്റും ആരെ എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരും. എത്ര അവേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അത് എങ്ങനെ നിങ്ങൾ കണ്ടു തീർക്കണം എന്നുള്ള കാര്യങ്ങൾ പറയും. വർക്ക് ബുക്ക് എന്താണ്, മെന്റർഷിപ്പ് സപ്പോർട്ട് എങ്ങനെയായിരിക്കും ലഭിക്കുക, എക്സാംസ് എങ്ങനെയായിരിക്കും വരിക, ഇതെല്ലാം നമ്മൾ കവർ ചെയ്യും. ഓക്കെ, സോ ആദ്യം തന്നെ നിങ്ങളുടെ പേപ്പേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് 4 പേപ്പർ പഠിക്കാനുണ്ട്: അക്കൗണ്ടൻസിയും, ബിസിനസ് ലോയും, QA, അത് മാത്സ് എല്ലാം, സ്റ്റാറ്റി, ദെൻ എക്കണോമിക്സ്. ഇത്രയും പേപ്പേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒറ്റ ഒരാളെ ഉള്ളവരാ ബിസിനസ് ലോ. QA എന്ന് പറയുമ്പോൾ അതിനകത്ത് മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന തന്നെയാണ്. ലോജിക്കൽ റീസണിങ്ങിൻ്റെ ചെറിയൊരു പോർഷനേ ഉള്ളൂ, അത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ബുദ്ധിയുള്ള കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ളത്, നിങ്ങൾ വേറെ എക്സ്ട്രാ പഠിക്കേണ്ട ഒരു സംഭവം അല്ല അത്. സോ ബിസിനസ് ലോ എൻ്റയർലി ന്യൂ ആയിട്ടുള്ളൊരു പോർഷനാണ്, അത് നമ്മൾ വേറെ തന്നെ പഠിക്കണം. പക്ഷെ ബാക്കിയുള്ളതോ നമുക്ക് നല്ല പരിചയമുള്ള ആൾക്കാരാണ്. നിങ്ങൾ +1 +2 പഠിക്കുന്ന സംഭവങ്ങളുമായിട്ട് നല്ല കണക്ഷൻസ് ഉള്ള സംഭവം തന്നെയാണ് നിങ്ങൾ CA ഫൗണ്ടേഷനും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങളുടെ സിലബസ് ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം നോക്കി, അക്കൗണ്ട്സ് ആൻഡ് ബിസിനസ് ലോ, ഈ 2 പേപ്പർ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആൻസർ എഴുതണം. ബട്ട് QA ആൻഡ് എക്കണോമിക്സ് നോക്കുമ്പോഴത്തേക്ക് അത് ഒബ്ജക്റ്റീവ് പേപ്പർ, MCQs ആയിരിക്കും നിങ്ങൾ എഴുതുന്നുണ്ടാവുക, ഇനി മാർക്ക് ചെയ്യുന്നുണ്ടാവുക. MCQs ആയിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നുണ്ടാവുക. ഇനി ടോട്ടൽ നോക്കുമ്പോഴത്തേക്ക് 100 മാർക്സ് ആണ് ഈച്ച്, ഓരോ പേപ്പറിനും എക്സാമിനേഷൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. 40 മാർക്സ് കിട്ടിയാൽ നിങ്ങൾ ആ പേപ്പർ പാസ്സാകും. ബട്ട് പേപ്പർ പാസ്സായിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഫൗണ്ടേഷൻ പാസ്സാവണം. ഫൗണ്ടേഷൻ പാസ്സാവണമെങ്കിൽ 400 മാർക്കിൽ, ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ ഉണ്ടാവും 400-ൽ 200 മാർക്സ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ഫൗണ്ടേഷൻ പാസ്സാവുള്ളൂ. സോ ഓരോ സബ്ജക്റ്റിനും 40 മാർക്ക് കിട്ടിയാൽ മാത്രം നമ്മൾ പാസ്സാവില്ല. അപ്പോൾ 160 അല്ലേ ടോട്ടൽ ആവുള്ളൂ. ടുഗെദർ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ 200-ന് മേളിലും വേണം, 50% ഓൾ ടുഗെദറും വേണം, പെർ സബ്ജക്റ്റ് 40% ഉണ്ടെങ്കിലാണ് നിങ്ങൾ ഫൗണ്ടേഷൻ പാസ്സാവുക. ഇനി അതിൽ ക്ലാസ് അവേഴ്സ് കിടക്കുന്നുണ്ടോ? ഇത്രയും അവേഴ്സിൻ്റെ ക്ലാസ്സസ് ആണ് ഓരോ സബ്ജക്റ്റിനും ട്രിപ്പിൾ ഐ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. സോ നിങ്ങളുടെ എൻറ്റയർ സിലബസ് ഈ 4 പേപ്പറിൻ്റെയും റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഷെഡ്യൂൾ അനുസരിച്ച് പറയും, ഓരോ വീക്കിലും നിങ്ങൾ ഏതൊക്കെ റെക്കോർഡിങ്സ് കാണണം, ആ റെക്കോർഡിങ്സിൻ്റെ അവസാനം നിങ്ങൾക്ക് അതിൻ്റെ എക്സാമിനേഷൻസ് നടത്തുന്നുണ്ടായിരിക്കും. സോ നിങ്ങളുടെ ഷെഡ്യൂൾ അനുസരിച്ച് കറക്റ്റായിട്ട് ആ റെക്കോർഡിങ്സും കണ്ട് അതിൻ്റെ എക്സാം എഴുതി നിങ്ങൾ പോകുമ്പോഴാണ് ഫിക്സഡ് ഡ്യൂറേഷനുള്ളിൽ നിങ്ങൾക്ക് ഈ എൻറ്റയർ ക്ലാസ്സുകൾ 300 അവേഴ്സ് കറക്റ്റായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. സോ ബീങ് എ +2 സ്റ്റുഡൻറ്റ്, ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ലെവൽ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് തീരുന്നത് നിങ്ങളുടെ ഏകദേശം ഒരു സെപ്റ്റംബർ 2026 എക്സാമിനേഷന് വേണ്ടിയായിരിക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് ബോർഡ് എക്സാമിനേഷൻ വരെയുള്ള ടൈമിൽ അധികം സിലബസ് നമ്മൾ ഇടില്ല. എസ്പെഷ്യലി ലോ പോലെ നിങ്ങൾക്ക് മേർജ് ആവാത്ത പേപ്പേഴ്സ് നമ്മൾ ഇടില്ല. നിങ്ങൾ അക്കൗണ്ട്സും എക്കണോമിക്സും ഒക്കെ എനിവേ പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ സബ്ജക്ട്സുകൾ എത്രത്തോളം നിങ്ങളുടെ സിലബസുമായിട്ട് ചേർന്ന് പോകുന്നുണ്ടോ അതനുസരിച്ച് നമ്മൾ ഷെഡ്യൂൾ തരും. അപ്പോൾ ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും ബോർഡ് എക്സാമിനേഷൻ്റെയും ഒക്കെ മന്ത്സ് നമ്മൾ ഒഴിവാക്കും. അല്ലാത്ത മന്ത്സുകളിലും വെക്കേഷൻ ടൈമിലും ഒക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് എക്സാമിനേഷൻസും ഉണ്ടാകും. മാക്സിമം അത് ഫോളോ ചെയ്ത് പോവുക. ഇനി ആഫ്റ്റർ മാർച്ചിൽ ബോർഡ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ മെയിൽ എക്സാമിനേഷൻ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. അത്രയും ചെറിയ ഷോർട്ട് ഡ്യൂറേഷൻ നിങ്ങൾക്ക് CA ഫൗണ്ടേഷൻ ഇത്രയും അവേഴ്സും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് തീർക്കാൻ പോയാൽ ഭയങ്കര ടെൻഷനായിരിക്കും. സോ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ 2026 എക്സാമിനേഷൻസിന് നിങ്ങൾ റെഡിയാക്കുക എന്നുള്ളതാണ്. സോ ആഫ്റ്റർ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഈ ഒരു 5 മന്ത്സിൽ 3.5 മന്തോളം നമ്മൾ ഈ റെക്കോർഡിങ്സ് കണ്ടു തീർക്കാനും നമ്മുടെ റുട്ടീൻ ഷെഡ്യൂൾ അനുസരിച്ചുള്ള എക്സാമിനേഷൻസിന് വേണ്ടി വയ്ക്കും. ലാസ്റ്റ് ഒരു 1 മന്ത് 1.5 മന്ത് ഫുൾ സ്ട്രെച്ച് നമ്മൾ റിവിഷന് വേണ്ടിയിരിക്കും. അപ്പോഴായിരിക്കും ഒരു നീറ്റ് പ്രിപ്പറേഷൻ, വലിയ ടെൻഷൻ ഇല്ലാതെ റീസണബിൾ ആയിട്ടുള്ളൊരു ടൈം നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷന് മുന്നേ തന്നെ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടാകും ഈ ഒരു അവേഴ്സിൽ. ദെൻ ബോർഡ് എക്സാമിനേഷന് ശേഷമായിരിക്കും നമ്മൾ മെജോറിറ്റി ഓഫ് ദി പോർഷൻസ് കവർ ചെയ്യുന്നതും ഷെഡ്യൂൾ അനുസരിച്ച് എക്സാംസ് എഴുതുന്നതും. ദെൻ ആഫ്റ്റർ റിവിഷനും കൂടെ കഴിഞ്ഞ് യു ആർ റെഡി ഫോർ സെപ്റ്റംബർ 2026 CA ഫൗണ്ടേഷൻ എക്സാമിനേഷൻസ്. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു സ്ട്രക്ചർ വരിക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫാക്കൽറ്റി പൂൾസിലേക്ക് പോകാം. സോ ബിഫോർ ദാറ്റ്, എന്തുകൊണ്ട് നിങ്ങളിത് +2 ചെയ്യണം? +2 കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ? ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് മേജർ ഡിഫറൻസ്. ഇങ്ങനെ നിൻ്റെ കൂടെ കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾ സെപ്റ്റംബറിൽ എക്സാമിനേഷൻസ് ഭയങ്കര കൂളായിട്ട് എഴുതുന്നുണ്ടാകും. മീൻസ് നിങ്ങൾ പഠിച്ചു, റിവിഷൻ ചെയ്തു,
ഭയങ്കര റിലാക്സ് ആയിട്ട് ഏകദേശം നല്ല ഓക്കെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ സെപ്റ്റംബറിൽ എക്സാമിനേഷൻ എഴുതും. ബട്ട് ആഫ്റ്റർ +2 ആണ് നിങ്ങൾ എൻറോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർച്ച് 2026 എക്സാമിനേഷൻ എഴുതുന്നു, ബോർഡ് എക്സാം. ദെൻ ഏപ്രിൽ മെയ് ജൂൺ മന്തുകളിലായിരിക്കും നിങ്ങളുടെ ഫൗണ്ടേഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ദെൻ അടുത്ത ജാനുവരിയിലായിരിക്കും നിങ്ങൾ അതിൻ്റെ എക്സാമിനേഷൻ എഴുതുന്നുണ്ടാവുക. സോ ജാനുവരി വരെ പോകണ്ട, സെപ്റ്റംബറിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാം. എങ്ങനെ നോക്കിയാലും ഒരു 4 മന്ത്സോളം, അവിടെ 6 എന്നാണ് കിടക്കുന്നത്, പക്ഷേ ഒരു 4 മന്ത്സോളം നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകും നിങ്ങൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട്. ഇനി അത് മാത്രമല്ല, +1 +2 നമ്മൾ ഒരേപോലത്തെ കുറേ അധികം ചാപ്റ്റേഴ്സാണ് പഠിച്ചു പോവുക. അപ്പോൾ +1 നിങ്ങളുടെ ബോർഡ് എക്സാം, നിങ്ങളുടെ +2 ബോർഡ് എക്സാമിനേഷൻസും കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകും. ദെൻ പ്രിപ്പറേഷൻ ടൈം ഒരു 1 ഇയർ ആയിട്ടാണ് നമ്മൾ എടുക്കുക. മറ്റേതിലേക്ക് 6 മന്ത്സ് കൊണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഇച്ചിരി കൂടെ റിലാക്സ്ഡ് ആയിട്ട് സ്ലോലി നമുക്ക് പഠിച്ചു പോകാൻ വേണ്ടി പറ്റും. കോച്ചിങ് ഫീസ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റെഗുലർ ആഫ്റ്റർ +2 പോകുന്നതിൻ്റെ ഹാഫ് കോച്ചിങ് ഫീസ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വരുള്ളൂ. ഒബ്വിയസ്ലി ഫൗണ്ടേഷൻ നേരത്തെ പാസ്സായാൽ ഫൈനൽ വിൻ്റർ എല്ലാം നേരത്തെ തന്നെ പാസ്സാകും. അപ്പോൾ നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസും നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇനി ഫാക്കൽറ്റി ബോർഡിലേക്ക് പോകാം. ഓക്കെ, CA ആഷിഫ് സാറാണ് നമ്മുടെ അക്കാഡമിക് ഹെഡ്. അക്കൗണ്ട്സ് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് CA ജോബിൻ സാറും CA സീന മാമും നമ്മുടെ രോഹിത് സാറും, 3 ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ്. അവർ ഷെയർ ചെയ്തായിരിക്കും പോർഷൻസ് എടുക്കുന്നുണ്ടാവുക. ബിസിനസ് ലോയിലേക്ക് വരുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, നമ്മളാണ് നമ്മുടെ ബിസിനസ് ലോ കംപ്ലീറ്റ്ലി പഠിച്ചു തീർക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി QAയിലേക്ക് വരുമ്പോഴത്തേക്ക് മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് പോർഷൻസ് മനു നാരായണൻ സാറും, ലോജിക്കൽ റീസണിങ്ങിൻ്റെ പോർഷൻസ് വിഷ്ണുരാജ് സാറും ആയിരിക്കും കവർ ചെയ്യുക. എക്കണോമിക്സ് വിഷ്ണു സാറും അക്മൽ സാറും ചേർന്നിട്ടാണ് നമുക്ക് കവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദെൻ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള പോർഷനാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം +1 പഠിച്ച അക്കൗണ്ടിങ്ങിൻ്റെ പോർഷൻസ് അല്ലേ? ഇതെന്താ നിങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ പോർഷൻസാണ്. ഇതെന്താ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്? ഇത് നിങ്ങളുടെ പോർഷൻസാണ്, പക്ഷേ ടിക്ക് ഇട്ടേക്കുന്നുണ്ടോ? അത് CA ഫൗണ്ടേഷൻ്റെ പോർഷൻസാണ്. അതെങ്ങനെ സംഭവിച്ചു നോക്കി. എക്കണോമിക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ +1 നിങ്ങൾ ഇത്രയും ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ആ ടിക്ക് ഇട്ടിരിക്കുന്ന ടോപ്പിക്സ് ആണ് CA ഫൗണ്ടേഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. +2 നോക്കുവാണെങ്കിലോ ഇതാണ് CA ഫൗണ്ടേഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഒന്നാണോ? അതെ, ഇതിനകത്ത് കുറേ അധികം ഏരിയാസ് സെയിം തന്നെയാണ്. അല്ലാതെ +1 +2 എന്തോ ഒന്ന് ഒരു ബന്ധവും ഇല്ലാത്ത കുറേ എക്സ്ട്രാ 300 hours എന്തൊക്കെയോ പഠിച്ച് എക്സാം എഴുതുന്നു ഫൗണ്ടേഷന് വേണ്ടി, അങ്ങനെയാണോ? അല്ല, +1 +2 നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് തന്നെയാണ് നിങ്ങൾക്ക് CA ഫൗണ്ടേഷന് പഠിക്കാനുള്ളത്. ബട്ട് അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഈ പോർഷൻസ് കുറച്ച് എക്സ്ട്രാ പോർഷൻസും കൂടെ നിങ്ങൾ CA ഫൗണ്ടേഷന് വേണ്ടി പഠിക്കുന്നുണ്ടാകും. ബട്ട് കംപ്ലീറ്റ്ലി ഒരു ബന്ധവും ഇല്ലാത്ത സാധനങ്ങളോ എക്സ്ട്രാ ലോഡോ അല്ല ഈ 300 hours എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്മൂത്ത്ലി കൊണ്ടുപോകാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. പക്ഷേ അത് നിങ്ങളായിട്ട് തന്നെ എന്ത് ചെയ്യണം? ഒന്ന് പ്ലാൻ ചെയ്യണം. നിങ്ങൾ എങ്ങനെയൊക്കെ മാക്സിമം മേർജ് ചെയ്യണം. നിങ്ങൾ +2 ഒരു ചാപ്റ്റർ എടുത്ത് പഠിക്കുമ്പോൾ ഇത് ഫൗണ്ടേഷനും ഉണ്ട്, ഞാൻ അവിടെ അത് പഠിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ റെക്കോർഡിങ് കാണാം. ആ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ആൻഡ് നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അടുത്ത ലെവലിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം ബാക്കിയെല്ലാം നമ്മൾ കമ്പയർ ചെയ്തു. ലോയുടെ കമ്പയർ ചെയ്യാനില്ല, ബിക്കോസ് ലോ പുതിയ പേപ്പറാണ്. നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങളുടെ ആഫ്റ്റർ നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷൻ ഉള്ള സമയത്ത് നമ്മൾ ലോ കവർ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഡോണ്ട് വെറി അബൌട്ട് ലോ. ഈ ലോ എങ്ങനെയാണ് പഠിക്കുന്നതൊക്കെ നമ്മൾ സെപ്പറേറ്റ്ലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അബൌട്ട് ദി സബ്ജക്റ്റ്, അതൊന്ന് കണ്ടു നോക്കാൻ വേണമെങ്കിൽ. ഓക്കെ, ഇനി വർക്ക് ബുക്ക്. IIIൽ നമ്മൾ വർക്ക് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനകത്ത് ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, അതാണ് നമ്മുടെ എക്സാംസ് ഒക്കെ ഇടുക. അപ്പോൾ ICAI നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുറേ റിവിഷൻ ചെയ്യാനുള്ള ടെസ്റ്റ് പേപ്പേഴ്സും മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സും മോക്കും പ്രീവിയസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ അവൈലബിൾ ആക്കി തരാറുണ്ട്. നമ്മളിതെല്ലാം ഒന്ന് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ വർക്ക് ബുക്കിൽ ഇട്ടിട്ടുണ്ട്. സോ ഈ വർക്ക് ബുക്കിൽ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ഡിവൈഡഡ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഓരോ സബ് ടോപ്പിക് അനുസരിച്ച് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ചാപ്റ്ററിൻ്റെ പകുതി പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത്രയും പഠിച്ച ഏരിയാസിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതുവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോഴല്ലേ നമ്മൾ പഠിച്ചത് ശരിയായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ, എക്സാമിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ തന്നെ നമ്മൾ വർക്ക് ബുക്കിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് സോൾവ് ചെയ്യാം. മാത്രമല്ല നമ്മുടെ ഫാക്കൾട്ടീസും ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്താണ് പോവുക. സോ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ, എക്സാം എഴുതി ഞാൻ പാസ് ആവുമോ എന്നുള്ള സംശയം ലാസ്റ്റ് എക്സാം എഴുതുന്നിടം വരെ കാണത്തില്ല. ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഓ ഐ എം കേപ്പബിൾ, എനിക്ക് ആ പഠിച്ചത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഓരോ വർക്ക് ബുക്കിലെ പ്രോബ്ലംസ് മൊത്തം സോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മളിവിടെ പോവുക, എക്സാമിനേഷൻസ് എഴുതാൻ പോകുന്നുണ്ടാവുക. ഇനി മെൻറ്റർഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, മെൻറ്റേഴ്സ് മാസത്തിൽ 1-2 സെക്ഷൻസ് ലൈവായിട്ട് വരുന്നുണ്ടായിരിക്കും. ബട്ട് മെൻറ്റേഴ്സ് ക്ലാസ് എടുക്കാനല്ല വരിക, ആ ലൈവിലൂടെ അല്ല നിങ്ങൾ സിലബസ് കവർ ചെയ്യുന്നത്. എൻ്റയർ സിലബസ് നിങ്ങൾക്ക് ഓൾറെഡി റെക്കോർഡിങ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ലൈവ് സെഷൻസ് മോസ്റ്റ്ലി ഡൗട്ട് ക്ലിയറൻസും നിങ്ങളുടെ എക്സാമിൻ്റെ ഡിസ്കഷൻസും നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് സജഷൻസ് ഒക്കെ തരാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും മെൻറ്റേഴ്സ് വരുന്നുണ്ടാവുക. സോ മാക്സിമം ലൈവിൽ ജോയിൻ ചെയ്യുക, തരുന്ന ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ എക്സാമിനേഷൻസ് എഴുതി പോവുക. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ റിയൽ ടൈം ആയിട്ടും നിങ്ങൾക്ക് മെൻറ്റേഴ്സ് വാട്സപ്പിലൊക്കെ അവൈലബിൾ ആണ്, അവരോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവുക.
ഷെഡ്യൂൾ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ അവസാനം വരുമ്പോൾ വർക്ക് ലോഡ് കൂടത്തില്ല. നിങ്ങൾക്ക് ഈസിലി റിലാക്സ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഒരു ഡെയിലി ഒരു 2.5 to 3 hours ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സീനും ഇല്ലാതെ നിങ്ങളുടെ റെക്കോർഡിങ്സും കണ്ട എക്സ്ട്രാ പ്രോബ്ലംസും ഒക്കെ സോൾവ് ചെയ്ത് സ്മൂത്ത്ലി പോകാൻ പറ്റും. പക്ഷേ സ്കിപ്പ് ചെയ്ത് പിന്നത്തേക്ക് വെക്കുന്ന അനുസരിച്ച് എക്സാം എത്തുന്ന സമയത്ത് ഒരുപാട് അവേഴ്സ് ഇരുന്നാൽ മാത്രമേ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുള്ളൂ എന്നൊരു പ്രഷറൊക്കെ വരും. സോ ബെറ്റർ ഫോളോ യുവർ ഷെഡ്യൂൾ എന്നുള്ളതാണ്. ദെൻ എക്സാമിനേഷൻസിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വീക്ക്ലി എക്സാമിനേഷൻസ് ഉണ്ട്. അതായത് വീക്കിലെ ഷെഡ്യൂൾസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എഴുതാനുള്ളത്. അത് കൂടാതെ നിങ്ങൾക്ക് കുറച്ചധികം ചാപ്റ്റേഴ്സ് ഒന്നിച്ച് റിവിഷൻ, ഫുൾ എക്സാംസും മോക്ക് എക്സാമിനേഷൻസും ഒക്കെ ഇപ്പോൾ വരും. ആഫ്റ്റർ നിങ്ങളുടെ ബോർഡ് എക്സാമിന് ശേഷം നമ്മൾ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് CA ഫൗണ്ടേഷന് വേണ്ടി തന്നെ ഇരിക്കുമ്പോഴും എക്സാമിന് മുന്നേ ഉള്ള റിവിഷൻ ടൈമിലൊക്കെ ഫുൾ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാകും. ഇത് എല്ലാത്തിനും ഒന്നും വാലുവേഷൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. നിങ്ങൾക്ക് ആഫ്റ്റർ എക്സാമിനേഷൻ ആൻസർ കീ തരും. നിങ്ങൾ സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. നിങ്ങളുടെ എഴുത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. സോ ആൻസർ കീ വെച്ച് കമ്പയർ ചെയ്യുക, എവിടെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. ആ രീതിയിൽ നിങ്ങൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. കുറച്ച് പേപ്പേഴ്സൊക്കെ മെൻറ്റേഴ്സും വാല്യൂ ചെയ്ത് തരുന്നുണ്ടാകും. അതിൽ കറക്റ്റായിട്ട് അവർ ഇൻസൈറ്റ് തരും, എന്ത് മാറ്റങ്ങളാണ് നിങ്ങളുടെ ആൻസേഴ്സിൽ വരുത്തേണ്ടതെന്നുള്ളത്. സോ ആ മാറ്റങ്ങളും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്ത് അടുത്ത എക്സാം എഴുതുക. ഓരോ എക്സാമിനും ഒരുപടി മുന്നേ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്ന് പോകുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ റിവിഷൻസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതുവരെ കഴിഞ്ഞ പോർഷൻസിലെല്ലാം ഇതുവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ റിവിഷന് വേണ്ടി റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സും മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സും ഒക്കെ നടത്താറുണ്ട്. സോ അതിൻ്റെ എല്ലാ ഡിസ്കഷൻസുമായിട്ട് ട്രിപ്പിൾ ഫാക്കൾട്ടീസസ് യൂട്യൂബിൽ അവൈലബിൾ ആവുന്നുണ്ടാവും. വൈ യൂട്യൂബ്? ബിക്കോസ് നിങ്ങൾക്ക് മാത്രമല്ല, നമുക്കും നമ്മുടെ ഓഫ്ലൈനിലും പണ്ട് പഠിച്ച് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്കും എല്ലാവർക്കും അവൈലബിൾ ആവുന്ന രീതിയിലാണ് ഈ ലാസ്റ്റത്തെ ഭയങ്കര കോർ ആയിട്ടുള്ള റിവിഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ എവിടെയാണ് വരിക, ഇതൊക്കെ പഠിച്ചോണം എന്നൊക്കെ പറഞ്ഞ് ഫാക്കൾട്ടീസിൻ്റെ ഫൈനൽ ലാബ് സെഷൻസ് ഇതെല്ലാം വരുന്നത് ഈ ലാസ്റ്റ് ടൈമിൽ. അപ്പോൾ അതെല്ലാവർക്കും അവൈലബിൾ ആകാൻ വേണ്ടി നമ്മളത് സോഷ്യൽ മീഡിയാസ് വഴി തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ആ സെഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് റിവിഷൻസ് ഓൾസോ വിൽ ബി പാർട്ട് ഓഫ് യുവർ കോഴ്സ്. ഓക്കെ, സോ ഇനി നിങ്ങൾ ഓർക്കേണ്ടത് രജിസ്ട്രേഷൻസിൻ്റെ കാര്യങ്ങളാണ്. ഇപ്പോൾ CA ഫൗണ്ടേഷൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കോഴ്സ് രജിസ്റ്റർ ചെയ്യണം. ICAയിൽ നിങ്ങൾ ഈ കോഴ്സിന് പഠിക്കുന്നുണ്ടെന്നുള്ള രജിസ്ട്രേഷനാണ് കോഴ്സ് രജിസ്ട്രേഷൻ. 9,000 rupees പേ ചെയ്തിട്ട് 4 months ബിഫോർ എക്സാമിനേഷൻ നിങ്ങൾ കോഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ദാറ്റ് മീൻസ് നിങ്ങൾ സെപ്റ്റംബറിലാണ് എക്സാമിനേഷൻ എഴുതുന്നതെങ്കിൽ September 26 എക്സാം എഴുതണമെങ്കിൽ May 2026 1st May അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? കോഴ്സ് രജിസ്ട്രേഷൻ 4 മാസം മുന്നേ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാക്കണം. സോ ബെറ്റർ നിങ്ങൾ എൻറോൾ ചെയ്ത് കുറച്ച് അധികം ഡിലേ ഇല്ലാതെ മെയ്ക്ക് മുന്നേ തന്നെ നിങ്ങളുടെ ബോർഡ് എക്സാമൊക്കെ എഴുതുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ കോഴ്സ് രജിസ്ട്രേഷൻ അങ്ങ് ചെയ്തു. കോഴ്സ് രജിസ്ട്രേഷൻ 1 day ആണ്. നിങ്ങൾ കോഴ്സ് രജിസ്റ്റർ ചെയ്തിട്ട് 1-2 തവണ എക്സാം പിന്നെയും റിപ്പീറ്റ് ചെയ്താൽ പിന്നെയും കോഴ്സ് രജിസ്റ്റർ ചെയ്യേണ്ട. പകരം നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ ഓരോ തവണ എക്സാം എഴുതുമ്പോഴും ചെയ്യണം. അപ്പോൾ എക്സാമിന് 1.5 മാസം മുന്നേക്ക് ആയിരിക്കും എക്സാം രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുക. സോ 1,500 rupees നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ഇനി ഇൻ കേസ് നിങ്ങൾ ഒന്നും കൂടെ എക്സാം എഴുതേണ്ടി വന്നാൽ അന്നേരം പിന്നെയും ആ എക്സാമിന് മുന്നേ എക്സാം രജിസ്ട്രേഷൻ ചെയ്യണം. പക്ഷേ കോഴ്സ് രജിസ്ട്രേഷൻ പിന്നെ ചെയ്യേണ്ട. ഫൗണ്ടേഷൻ നിങ്ങൾ പാസ്സായി നിങ്ങൾ ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഇന്ററിൻ്റെ കോഴ്സ് രജിസ്ട്രേഷൻ ആയിരിക്കും പിന്നെ ചെയ്യേണ്ടി വരുന്നുണ്ടാവുക. ഓക്കെ, ഇതൊക്കെ ട്രിപ്പിൾ ഫീസിൽ വരുന്ന കാര്യങ്ങളല്ല, നിങ്ങൾ ഡയറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ കയറി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ മേ ബി ഒരു ടെൻഷൻ വരും. ഇതൊക്കെ പറ്റുമോ? +1 +2 കൂടെ എടുത്ത പണിയാവാൻ ചാൻസ് ഉണ്ടോ അല്ലേ? അതിനുവേണ്ടി നിങ്ങളൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലാസ്റ്റ് ടൈം ഇൻസ്റ്റയിൽ വന്ന് കുറച്ച് പോസ്റ്റേഴ്സ് എടുത്ത് വിട്ടിട്ടിരിക്കുന്നത്. ഇവർ നമ്മുടെ May 25 എക്സാമിനേഷൻസിന് +1 +2 ഒക്കെ കൂടെ ഇത് പഠിച്ച് പാസ്സായി കാണിച്ച കുട്ടികളാണ്. സോ ഇറ്റ് ഈസ് പോസിബിൾ. എല്ലാവർക്കും പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ലോട്ട്സ് ഓഫ് സ്റ്റുഡൻസ്. ഇഫ് അവർ വില്ലിങ് ആണ്, ഡെഡിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ലാസ്റ്റ് എക്സാമിന് ഇവരുണ്ടായിരുന്നു. ഇതിനെ കൂടാതെ പഴയ എക്സാമിനൊക്കെ പാസ്സായവരുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് പേരെ മാത്രമേ ഇന്നത്തെ പ്ലേസ് ചെയ്തിട്ടുള്ളൂ. സോ അതെന്താ പോസിബിൾ ആണെന്ന് നിങ്ങളെന്ന് അറിയിക്കാൻ വേണ്ടി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ കൊണ്ടത് പറ്റുന്നതാണോ അല്ലയെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ? സോ ട്രൈ ചെയ്ത് നോക്കുക. പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാൾ നേരത്തെ തന്നെ ഫ്രണ്ട്സൊക്കെ ഫൗണ്ടേഷൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻ്റർവ്യൂ ജോയിൻ ചെയ്യും. അടിപൊളിയല്ലേ? സോ നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാം. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓഫ്ലൈനായിട്ട് തന്നെ പഠിച്ചു പോകാം. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ നമ്മളെ കൊണ്ട് ഇത് പറ്റൂല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ ഗോ ഫോർ ഇറ്റ്. ജസ്റ്റ് ഫോർ എ നമ്മൾ CA എന്ന് പറയുന്ന കോഴ്സിൽ നിങ്ങൾ എന്തൊക്കെ സ്കില്ല് മാസ്റ്റർ ചെയ്യുമ്പോഴാണ് ഈ ഒരു കോഴ്സ് ഈസിലി നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിവിടെ ജസ്റ്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് കോൺസെപ്റ്റ് ക്ലാരിറ്റിയാണ്. എന്ത് കോൺസെപ്റ്റ് പഠിച്ചാലും അത് മഗ്ഗപ്പ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യാതെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. റൈറ്റിംഗ് സ്പീഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ലെജിബിളി റൈറ്റ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അനലിറ്റിക്കൽ സ്കിൽ, എന്ത് പ്രൊവിഷൻ വെച്ചിട്ട് എങ്ങനെ ആൻസർ എഴുതണം എന്നുള്ള സ്കിൽ നിങ്ങൾക്ക് വേണം. കാൽക്കുലേറ്റർ സ്പീഡ് നിങ്ങൾക്ക് വേണം. അലോങ് വിത്ത് ദാറ്റ് ഇൻ്റർപ്രിട്ടേഷൻ സ്കിൽ. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് അത് വായിച്ച് മനസ്സിലാക്കി ആൻസർ എഴുതുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അത് ക്വസ്റ്റ്യൻസ് എഴുതി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ വരുള്ളൂ. സോ ഈ സ്കിൽ ഡെവലപ്മെൻറ്റിലായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. വൺസ് യു മാസ്റ്റർ ദി സ്കിൽസ്, ഫൗണ്ടേഷൻ എക്സാമിനേഷൻ മാത്രമല്ല, ഇത് ഇന്ററിനും ഫൈനലിനും എല്ലാം ആപ്ലിക്കബിൾ ആണ്. യു ക്യാൻ ക്രാക്ക് ഇറ്റ് ഈസിലി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഐ തിങ്ക്
നിങ്ങളൊരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരാൻ ഈ ഒരു വീഡിയോസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത്രയും രീതിയിലാണ് നമ്മൾ പോവുക. ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ യു ടു ഫോളോ ദ സിസ്റ്റം, വെൽക്കം.